Okay, good morning, girls. Last classification of audit is specialized audits. അതായത് സ്പെഷ്യൽ ഓഡിറ്റ്സ് ആർ കണ്ടക്റ്റഡ് വിത്ത് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ഓർ ഫങ്ഷൻസ്. അപ്പോൾ നമുക്ക് നോക്കാം വിച്ച് ആർ ദ സ്പെഷ്യൽ ഓഡിറ്റ്സ് എന്നുള്ളത്. ഓക്കെ, അണ്ടർ ദാറ്റ് ഫസ്റ്റ് വൺ ഇസ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. അപ്പം മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇറ്റ് ഈസ് എൻ ഓഡിറ്റ് കണ്ടക്റ്റഡ് ടു എക്സാമിൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് മാനേജ്മെൻറ്റ് ഇൻ എ ബിസിനസ്. അതായത് ഓൾ ആസ്പെക്ട്സ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് മാനേജ്മെൻറ്റിൽ വരുന്നത്, എല്ലാ പ്ലാൻസ് പോളിസീസ് എല്ലാം ഉണ്ടാക്കുന്നത്, ഒബ്ജക്റ്റീവ്സ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് ആരാണ്? ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇറ്റ് ഈസ് എ കോംപ്രഹെൻസീവ് എക്സാമിനേഷൻ ഓഫ് the organizational structure, plan, policies, objectives and use of resources of a firm. ഈ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ്. അപ്പോൾ ഒബ്ജക്റ്റീവ് ഓഫ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്താണെന്ന് വെച്ചാൽ ടു ഐഡൻറ്റിഫൈ ദ ഏരിയാസ് ഓഫ് എഫിഷ്യൻസീസ് ആൻഡ് ഇൻഎഫിഷ്യൻസീസ് ഓഫ് ദി ഓർഗനൈസേഷൻ. അതേപോലെ ഇറ്റ് സ്ട്രക്ചർ ആൻഡ് റിസോഴ്സസ്. ഓക്കെ, അപ്പം ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു ഓഡിറ്ററായിട്ട് വന്നിട്ട് ചെയ്യല്ല ചെയ്യുക. ഇറ്റ് ഈസ് ഡൺ ബൈ എ ടീം ഓഫ് എക്സ്പേർട്സ് ആൻഡ് ദിസ് ടീം കൺസിസ്റ്റ് ഓഫ് പേഴ്സൺസ് ഹാവിങ് സ്പെഷ്യലൈസ്ഡ് നോളജ് ആൻഡ് സ്കിൽ ഇൻ വേരിയസ് ഏരിയാസ് ഓഫ് മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് എൻ ഓഡിറ്റ് കണ്ടക്റ്റഡ് ടു എക്സാമിൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് മാനേജ്മെൻറ്റ് ഇൻ എ ബിസിനസ്. അതായത് ഇറ്റ് ഇൻക്ലൂഡ്സ് ദ എക്സാമിനേഷൻ ഓഫ് എവറി ആക്ടിവിറ്റി ഓഫ് എ ബിസിനസ്. എവറി ആക്ടിവിറ്റി ഓഫ് എ ബിസിനസ് എന്ന് പറഞ്ഞാൽ പ്ലാൻസ്, ഒബ്ജക്റ്റീവ്സ്, മീൻസ് ഓഫ് ഓപ്പറേഷൻ, യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, അങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസും വരും. സോ മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എൻ ആക്ഷൻ ഓവർ ആൻഡ് എബവ് ദി സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. അതായത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർക്ക് എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്? ഹി ക്യാൻ ഈസിലി അണ്ടർടേക്സ് ഇറ്റ്സ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഹാസ് ഈസ് വെൽ ഫെമിലിയർ വിത്ത് അഫെയേഴ്സ് ഓഫ് ദി കമ്പനി എന്നാണ് പറയുന്നത്. മനസ്സിലായോ മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ? ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ഇസ് കോസ്റ്റ് ഓഡിറ്റ്. കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇംപ്ലൈസ് ഓഡിറ്റ് ഓഫ് കോസ്റ്റ് റെക്കോർഡ്സ് സച്ച് ആസ് കോസ്റ്റ് അക്കൗണ്ട്സ്, കോസ്റ്റ് റിപ്പോർട്ട്, കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, കോസ്റ്റ് ഡാറ്റ, കോസ്റ്റിംഗ് ടെക്നിക്സ് എക്സെട്ര. അപ്പോൾ ഇത് കോസ്റ്റ് ഓഡിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ പ്രിവെൻറ്റീവ് മെഷർ, എ ഗൈഡ് ഫോർ ദ മാനേജ്മെൻറ്റ് പോളിസി ആൻഡ് ഡിസിഷൻ ഇൻ അഡീഷൻ ടു ബീയിങ് എ പാരാമീറ്റർ ഓഫ് പെർഫോമൻസ്. അപ്പോൾ ഇതൊരു പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. എന്ത് വേണ്ടിയിട്ടാണ്? ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് കോസ്റ്റ് റെക്കോർഡ്സ് ടു വെരിഫൈ ദിയർ ആക്യുറസി ആൻഡ് കറക്റ്റ്നെസ്. അതായത് ഒബ്ജക്റ്റീവ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താ? ടു എസർടൈൻ വെദർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് എ പ്രോഡക്റ്റ് അല്ലെങ്കിൽ അതേമാതിരി സർവീസ് ഓർ ഓപ്പറേഷൻ ഇസ് കറക്റ്റ്ലി അറൈവ്ഡ് അറ്റ് ഓർ നോട്ട്. ഓക്കെ, അതപ്പോൾ ഓരോ ഓഡിറ്റഡ് കോസ്റ്റ് അക്കൗണ്ട്സ് ആർ യൂസ്ഡ് ബൈ ഗവൺമെൻറ് ഏജൻസീസ് ടു ഡിറ്റർമിൻ അഡ്മിനിസ്ട്രേറ്റ് prices or support prices. അപ്പോൾ കോസ്റ്റ് ഓഡിറ്റ് ഇസ് കമ്പൽസറി ഫോർ certain types of manufacturing companies as per provisions of Companies Act. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഓഡിറ്റ് എന്താണെന്നുള്ളത് ക്ലിയർ ആണല്ലോ. കോസ്റ്റ് ഓഡിറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ ഒരു ഡെഫിനേഷൻ തന്നെ പറയുന്നുണ്ട്. കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡീറ്റെയിൽ ചെക്കിംഗ് ഓഫ് കോസ്റ്റിംഗ് സിസ്റ്റം, technique and accounts to verify their correctness and to ensure adherence to the objectives of cost accountancy. അപ്പോൾ ഈ ഡെഫിനേഷനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കോസ്റ്റ് ഓഡിറ്റ് is performed in some special circumstances, but the purpose behind such an audit is to verify the cost accounts so as to ensure how far cost accounting plans have been adhered to അല്ലെങ്കിൽ followed by the organization. Okay, the next one is കോസ്റ്റ് ഓഡിറ്റിൻ്റെ ഡെഫിനേഷൻസ് ഒക്കെ നിങ്ങൾക്ക് നോക്കാം. നെക്സ്റ്റ് വൺ ഇസ് ഇൻകം ടാക്സ് ഓഡിറ്റ്. അപ്പോൾ ടാക്സ് ഓഡിറ്റിൻ്റെ പേർപ്പസ് എന്താണെന്ന് വെച്ചാൽ ടാക്സ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ ഇൻകം ടാക്സ് പേർപ്പസ്. അതായത് ഇൻകം ടാക്സ് എന്താ പറയാം, ദ പ്രൊവിഷൻസ് ഓഫ് ഇൻകം ടാക്സ് provisions for an income tax audit are covered under section 44 AB of Income Tax Act 1961. ഇൻകം ടാക്സ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എൻ എക്സാമിനേഷൻ ഓഫ് എൻ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ടാക്സ് റിട്ടേൺസ്
by outside agency to verify that all the income, expenditure and deduction information are filed correctly. അപ്പോൾ ടാക്സ് പേർപ്പസിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ദ ഇൻകം ടാക്സ് അതോറിറ്റീസ് റിക്വയർ ദ ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഫോർ സർട്ടൻ ടൈപ്സ് ഓഫ് SSEs. അപ്പോൾ ഇത് ചെയ്യുന്നത് ആരായിരിക്കും? ഇറ്റ് ഈസ് ഡൺ ബൈ ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. ഇറ്റ് എൻഷ്യൂഴ്സ്, ടാക്സ് ഓഡിറ്റ് എൻഷ്യൂഴ്സ് compliance of Income Tax Act provisions for allowing certain deductions and items of expenses in arriving at the taxable profits of the business. ഓക്കെ, അപ്പോൾ ടാക്സ് പേർപ്പസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഇൻഡിവിജ്വൽസിൻ്റെയോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെയൊക്കെ എന്താ പറയുക, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്സ് അത് ഓഡിറ്റ് ചെയ്യുന്നതിനാണ് ടാക്സ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അതായത് ടാക്സബിൾ ഇൻകം കാണിച്ചിരിക്കുന്നത് കറക്റ്റാണോ അല്ലേ, അതായത് പെർമിസിബിൾ ഡിഡക്ഷൻസ് തന്നെയാണോ കൊടുത്തിരിക്കുന്നത്, ഇതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻകം ടാക്സ് ടാക്സ് ഓഡിറ്റ് നടത്തുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയും. സോഷ്യൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എൻ ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ് ഓഫ് ദ കമ്പനി റിഗാർഡിംഗ് ഡിസ്ചാർജ് ഓഫ് ഇറ്റ്സ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. അതായത് സോഷ്യൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇറ്റ് ഈസ് എ വേ ഓഫ് മെഷറിങ്, അണ്ടർസ്റ്റാൻഡിങ്, റിപ്പോർട്ടിംഗ് ആൻഡ് അൾട്ടിമേറ്റ്ലി ഇംപ്രൂവിങ് ആൻ ഓർഗനൈസേഷൻസ് സോഷ്യൽ ആൻഡ് എത്തിക്കൽ പെർഫോമൻസ്. മനസ്സിലായല്ലോ? അതായത് ഇറ്റ് ഹെൽപ്സ് ടു നാരോ ഗ്യാപ്പ് ബിറ്റ്വീൻ വിഷൻ ആൻഡ് റിയാലിറ്റി, ബിറ്റ്വീൻ എഫിഷ്യൻസി ആൻഡ് ഇഫക്റ്റീവ്നെസ്. അതായത് സെറ്റ് ചെയ്ത് വെക്കുമല്ലോ ഓർഗനൈസേഷൻ്റെ വിഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ അത് ശരിക്കും എന്താക്കുന്നുണ്ടോ എന്നുള്ളതാണ്, അവിടെ എവിടെയും ഒരു ഗ്യാപ്പ് വരുന്നുണ്ടോ എന്ന് നോക്കാൻ. അതായത് ബിസിനസ് ഹാസ് വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ലൈക്ക് ഷെയർ ഹോൾഡേഴ്സ്, എംപ്ലോയീസ്, ക്രെഡിറ്റേഴ്സ്, കസ്റ്റമേഴ്സ് ആൻഡ് ജനറൽ പബ്ലിക്. ആസ് സച്ച് ഇറ്റ് പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഓൾ ദീസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയൊക്കെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും കൂടെ ഒരു ചെക്ക് ചെയ്യലാണ് ഈ സോഷ്യൽ ഓഡിറ്റിൽ നടക്കുന്നത്. അപ്പോൾ സോഷ്യൽ ഓഡിറ്റിൻ്റെ എയിം ഇതേ ഉള്ളൂ, അസസിങ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് എ ബിസിനസ് ടു ദ സൊസൈറ്റി. ഓക്കെ, അപ്പോൾ ദിസ് ഓഡിറ്റ് ഇസ് ഓൾസോ നോൺ ആസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഡിറ്റ് ഓർ എൻവയോൺമെൻറ്റ് ഓഡിറ്റ്. നെക്സ്റ്റ് വൺ ഇസ് ബാലൻസ് ഷീറ്റ് ഓഡിറ്റ്. ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് വെരിഫിക്കേഷൻ ഓഫ് ഐറ്റംസ് അപ്പിയറിങ് ഇൻ ദി ബാലൻസ് ഷീറ്റ് ഓൺലി. വേറെ എവിടെയും നോക്കുന്നില്ല. ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ്, അതായത് ക്യാപിറ്റൽ, റിസർവ്സ്, ലോൺസ് ആൻഡ് മോർഗേജസ്, ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ്, അതേപോലെ അസറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഇതെല്ലാം എന്താക്കുക, വെരിഫൈ ചെയ്യുക. ഡീറ്റെയിൽഡ് വെരിഫിക്കേഷൻ ഓഫ് സച്ച് ഐറ്റംസ്. And it is generally applied to large corporate entities which employ effective system of internal control. അതായത് ബാലൻസ് ഷീറ്റ് ഓഡിറ്റിൽ ആ ഐറ്റംസ് മാത്രമേ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനിൽ ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ലാർജ് ബിസിനസ് ഓർഗനൈസേഷൻസ് ആണെങ്കിൽ അവരുടെ കേസിലൊക്കെയാണ് ഈ ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് ചെയ്യുന്നത്. അവിടെ ബാലൻസ് ഷീറ്റ് ഐറ്റംസ് മാത്രം ചെക്ക് ചെയ്യുന്നേ ഉള്ളൂ. ഇവിടെ എൻ്റെ അസംഷനിലാന്ന് വെച്ചാൽ മച്ച് ഓഫ് ദ ഓഡിറ്റ് വർക്ക് ലൈക്ക് ചെക്കിങ്, വൗച്ചിങ്, ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് എക്സെട്ര ആർ കവേർഡ് ബൈ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം. അതുകൊണ്ട് ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്, അത് മാത്രം ചെയ്ത് വെച്ചാൽ മതി. ഓഡിറ്റർ ഡ്യൂട്ടി ബാലൻസ് ഷീറ്റ് ഐറ്റംസ് ചെക്ക് ചെയ്യൽ മാത്രമാണ്. അപ്പോൾ ഇവിടെ നമ്മളെ ഇന്ത്യയിലൊന്നും ഇതത്ര പോപ്പുലർ അല്ല. in India there is no distinction is made between annual audit and balance sheet audit. പക്ഷേ this is popular in United States of അമേരിക്ക. ഓക്കെ, USA ഇത് പോപ്പുലർ ആയിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ ദ വർക്ക് ഓഫ് ദ ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കൺഫൈൻഡ് ടു ബാലൻസ് ഷീറ്റ് അലോൺ. അതാണ് ബാലൻസ് ഷീറ്റ് ഓഡിറ്റിൻ്റെ പ്രത്യേകത. ദെൻ നെക്സ്റ്റ് ഇസ് എനർജി ഓഡിറ്റ്. അപ്പോൾ എനർജി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ടു വെരിഫൈ വെദർ ദ ഫേം ഹാസ് യൂട്ടിലൈസ്ഡ് എനർജി ഓർ പവർ efficiently. അപ്പോൾ the increasing demand for power and energy and the consequent environmental problems demand for conservative use of energy. Energy audit reveals inefficiencies and wastages in the use of energy. അതായത് it enables management to use energy കൺസർവേറ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി.
അപ്പോൾ എനർജി ഓഡിറ്റിൻ്റെ ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ. ഓർഗനൈസേഷൻസ് എനർജി യൂസ് ചെയ്യുന്ന സമയത്ത് അത് എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ എനർജി ഓഡിറ്റ് നടത്തുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എൻ ഇൻസ്പെക്ഷൻ സർവേ ആൻഡ് എൻ അനാലിസിസ് ഓഫ് എനർജി ഫ്ലോസ് ഫോർ എനർജി കൺസർവേഷൻ ഇൻ എ ബിൽഡിംഗ്. It include എന്താ പറയുക പ്രോസസ് ഓർ സിസ്റ്റം ടു റിഡ്യൂസ് ദ എമൗണ്ട് ഓഫ് എനർജി ഇൻപുട്ട് ഇൻ ടു ദ സിസ്റ്റം വിത്തൗട്ട് നെഗറ്റീവ്ലി എഫക്റ്റിംഗ് ദി ഔട്ട്പുട്ട്. അതായത് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് എനർജി ആണോ അല്ലേ എന്നുള്ളത് ഉറപ്പുവരുത്തൽ മാത്രം. അതിന് വേണ്ടിയിട്ടാണ് എനർജി ഓഡിറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇസ് പ്രോജക്റ്റ് ഓഡിറ്റ്. അപ്പോൾ പ്രോജക്റ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എൻ ഇവാലുവേഷൻ ഓഫ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇറ്റ് ഇൻവോൾവ്സ് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഈ ഇത്രയും മുടക്കി ചെയ്യുന്ന പ്രോജക്റ്റൊക്കെ കൃത്യമായിട്ട് എന്താക്കുക ഇവാലുവേഷൻ ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതായത് അതിൽ മുടക്കിയിരിക്കുന്ന തുക എത്രയാണ്, അത് എത്ര വർഷത്തിനുള്ളിൽ അതിൻ്റെ എന്താ പറയുക റിക്കവർ ചെയ്യാൻ പറ്റും, അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുക ഇവാലുവേറ്റ് ചെയ്യുക ചെയ്യുന്നത്. So it enables to identify the reasons for delays in implementation, cost overruns, and weaknesses of project execution. So it helps the management in better planning and implementation of project. അപ്പോൾ പ്രോജക്റ്റ് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് ഡീറ്റെയിൽഡ് ഇൻസ്പെക്ഷൻ ഓഫ് ദ മാനേജ്മെൻറ്റ് ഓഫ് എ പ്രോജക്റ്റ്. അതായത് ആ പ്രോജക്റ്റിൻ്റെ മെത്തഡോളജി, ഇറ്റ്സ് ടെക്നിക്സ്, ഇറ്റ്സ് പ്രൊസീജിയേഴ്സ്, ഇറ്റ്സ് ഡോക്യുമെൻറ്റ്സ്, properties, its budget, its expenses, and its level of completion. Okay. Next one is system audit. അപ്പോൾ സിസ്റ്റം ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ന്യൂ ബ്രാഞ്ച് ഓഫ് ഓഡിറ്റ്. അതായത് ദിസ് ഇസ് എ പ്രിലിമിനറി ഓഡിറ്റ് കണ്ടക്റ്റഡ് ബിഫോർ ദ കമൻസ്മെൻറ്റ് ഓഫ് ഒറിജിനൽ വർക്ക് ഓഫ് ഓഡിറ്റ്. അപ്പോൾ ഇതെവിടെ ഈ സിസ്റ്റം ഓഡിറ്റ് എവിടെയാണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് വെയർ എ കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ സിസ്റ്റം ഓർ ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസ്സിംഗ് എക്സിസ്റ്റ്. രണ്ട് തരത്തിൽ ഓഡിറ്റ് നടത്താറുണ്ട്. ഒന്ന് മാനുവൽ ഓഡിറ്റാണ്, രണ്ടാമത്തത് ഇലക്ട്രോണിക് പ്രോസസ്സിംഗ് എന്ന് പറയും. അതായത് എവിടെയാണോ ഈ സിസ്റ്റത്തിൽ ഇപ്പം നൗഡേയ്സ് ദിസ് ഇസ് എന്താ പറയുക പോപ്പുലർ. അപ്പോൾ ഈ EDP ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസ്സിംഗ് എവിടെയാണോ ഉള്ളത് അവിടെ എന്താ പറയുക അവരുടെ ആ ഒരു ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിലിമിനറി എന്താ പറയുക വർക്കിനെയാണ് സിസ്റ്റം ഓഡിറ്റ് എന്ന് പറയുന്നത്. അതായത് ദ എയിം ഓഫ് സച്ച് ഓഡിറ്റ് ആർ ടു അസസ് ദ ഇഫക്റ്റ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഓൺ ഡാറ്റ പ്രോസസ്സിംഗ്, സ്റ്റോറേജ്, റിട്രീവൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ. ഓക്കെ, then next is cash audit. ക്യാഷ് ഓഡിറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് റെഫേഴ്സ് ടു ഓഡിറ്റിംഗ് ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻസ്. അതായത് ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ഓഡിറ്റിംഗ് ഓഫ് ഓൾ ട്രാൻസാക്ഷൻസ് എൻറ്റേർഡ് ഇൻ എ ക്യാഷ് ബുക്ക്. അപ്പോൾ ഇൻ ക്യാഷ് ഓഡിറ്റ് ദ ഓഡിറ്റർ ഇസ് കൺസേൺ വിത്ത് ചെക്കിംഗ് ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻസ്. മനസ്സിലായല്ലോ. ഹി ഹാസ് ടു audit entries pertaining to cash receipts and payments with the help of relevant vouchers. അപ്പോൾ എല്ലാ ക്യാഷ് റെസീപ്റ്റ്സും പേയ്മെൻറ്റ്സും എവിടെ in the bank account appears on the debit side of the cash book. അതേമാതിരി all cash payments and payments from bank account appears on the credit side. അപ്പോൾ എല്ലാ ക്യാഷ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ആർ വെരിഫൈഡ് വിത്ത് കറസ്പോണ്ടിങ് വൗച്ചേഴ്സ് ടു എൻഷുവർ ദെയർ ആക്യുറസി. മനസ്സിലാവും. അപ്പം ഒരു തരത്തിലുള്ള എല്ലാം ചെയ്യുന്നില്ല, ഓൺലി ക്യാഷ് ബുക്ക് ഇസ് ഓഡിറ്റഡ് ഇൻ ക്യാഷ് ഓഡിറ്റ്. മനസ്സിലായോ? Then comes operational audit. Operational audit എന്ന് പറഞ്ഞാൽ it is conducted with the main purpose of improving the operational efficiency of an organization. Operational efficiency എന്ന് പറഞ്ഞാൽ it is an attempt to examine the efficiency with which the organizational goals are achieved. അതായത് in this type of audit it examines the performance of an enterprise in achieving its objectives in a cost effective manner.
So it helps the management by making recommendations for higher profitability of the organization. മനസ്സിലായോ? അതായത് ഓപ്പറേഷണൽ ഓഡിറ്റിൽ എന്താ ചെയ്യുന്നതെന്ന് പറയുന്നത്, കമ്പനീൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം എന്താ പറയുക മാക്സിമം എഫേർട്സ് ഇടുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ബൈ മേക്കിംഗ് റെക്കമെൻഡേഷൻസ് ഫോർ ഹയർ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. Then comes performance audit. Performance audit is concerned with checking the efficiency with which the activities of an organization are carried out. അപ്പം ഓപ്പറേഷണൽ ഓഡിറ്റിലും ഏകദേശം അത് തന്നെയാണ്. അവിടെ എന്താ ചെയ്യുന്നത്, ഓപ്പറേഷണൽ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ചെയ്യുന്നത്. അതായത് എഫിഷ്യൻസി, ഈ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം എഫിഷ്യൻ്റായിട്ട് കാര്യങ്ങൾ നീക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓപ്പറേഷണൽ ഓഡിറ്റിൽ ചെയ്യുന്നത്. പെർഫോമൻസ് ഓഡിറ്റ് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട്. പെർഫോമൻസ് ഓഡിറ്റ് എക്സാമിൻസ് വെദർ ദ റിസോഴ്സസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ആർ പുട്ട് ടു മാക്സിമം അല്ലെങ്കിൽ ഒപ്റ്റിമം യൂസ്. അതായത് ഇറ്റ്സ് എയിം ഇസ് ടു എന്താണ്, എൻഷുർ ആൻ ഇഫക്റ്റീവ് കൺട്രോൾ ഓവർ ഓൾ ആക്ടിവിറ്റീസ് ഓഫ് എ കൺസേൺ. അതായത് മെയിൻ ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ, മിനിമൈസ് വേസ്റ്റേജസ് ഇൻ പ്രൊഡക്ഷൻ ആൻഡ് ദെയർ ബൈ മാക്സിമൈസ് പ്രോഫിറ്റബിലിറ്റി. അതായത് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക, വേസ്റ്റേജസ് ഒന്നും ഇല്ലാണ്ട് കൃത്യമായിട്ട് മുന്നോട്ട് നീങ്ങുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇഫക്റ്റീവ്നെസ്, എക്കണോമി ആൻഡ് എഫിഷ്യൻസി ഓഫ് എ ഗവൺമെൻറ് പ്രോഗ്രാം, അതാണ് പെർഫോമൻസ് ഓഡിറ്റിൽ ചെയ്യുന്നത്. Performance audit typically examine the effectiveness, economy and efficiency of a government program എന്ന് പറഞ്ഞ് auditors might analyze the services of an entire agency or division, compare actual agency practices against the practices called for in law or policy, seek possible cost savings or identify the outcomes achieved by a program or service. എന്നൊരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. Okay. Then comes propriety audit. Propriety audit എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹയർ ലെവൽ ഓഫ് ഓഡിറ്റ്. ഇറ്റ് എക്സാമിൻസ് ദ വാലിഡിറ്റി ഓഫ് അപ്രോപ്രിയേഷൻസ്. വാലിഡിറ്റി ഓഫ് അപ്രോപ്രിയേഷൻസ് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതായത് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് എക്സാമിൻസ് വെദർ എ പേയ്മെൻറ്റ് ഇസ് ജസ്റ്റിഫൈഡ് ഓർ നോട്ട്. അല്ലെങ്കിൽ എന്താ പറയുക, ഓർഡിനറി ഓഡിറ്റ് വെരിഫൈസ് ദ ഡോക്യുമെൻ്ററി എവിഡൻസ് സപ്പോർട്ടിങ് എ പേയ്മെൻറ്റ്. അതായത് സാധാ ഓഡിറ്റിൽ എന്ത് ചെയ്യുന്ന, ഒരു പേയ്മെൻറ്റ് അവിടെ വന്നാൽ അതിന് കൃത്യമായിട്ട് വൗച്ചേഴ്സ് ഉണ്ടോ, അതായത് കൊടുത്ത എമൗണ്ട് തന്നെയാണോ പേയ്മെൻറ്റായി കാണിച്ചത് എന്നുള്ളത് വെരിഫൈ ചെയ്യുന്നേ ഉള്ളൂ വൗച്ചേഴ്സ് വെച്ചിട്ട്. നേരെ മറിച്ച് പ്രൊപ്രൈറ്റി ഓഡിറ്റിൽ എന്താ ചെയ്യുന്നത്, ഇറ്റ് എക്സാമിൻസ് വെദർ ദ പേയ്മെൻറ്റ് വാസ് നീഡഡ് ഓർ നോട്ട്. അവിടെ പേയ്മെൻറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യാൻ പോണത്. ഇപ്പോൾ ഒരു മെഷീനറി വാങ്ങിയാൽ ആ മെഷീനറി അവിടെ ആവശ്യമുണ്ടോ, അവിടെ ആ ഒരു ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് വേരിയസ് ആക്ടിവിറ്റീസ് ആർ കണ്ടക്റ്റഡ് ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ബിസിനസ്. അപ്പോൾ പ്രൊപ്രൈറ്റി ഓഡിറ്റ് ഇസ് ആൻ അറ്റംപ്റ്റ് ടു എൻഷുവർ ദാറ്റ് ദർ ഇസ് നോ ലീക്കേജ് ഓഫ് റവന്യൂ ആൻഡ് ദാറ്റ് ദ അസറ്റ്സ് ഓഫ് ദ ബിസിനസ് ആർ ഓൾവേസ് സേഫ്. അപ്പോൾ അങ്ങനെ ഒരു ഉറപ്പ് വരുത്തലാണ് എന്തിൽ ചെയ്യുന്നത്. അതായത് അണ്ടർ പ്രൊപ്രൈറ്റി ഓഡിറ്റ് ഇറ്റ് ഇസ് ടു ബി സീൻ ദാറ്റ് ദ കോൺട്രാക്ട്സ് എൻറ്റേർഡ് ഇൻ ടു ബൈ ദ കൺസേൺ ആർ ഇൻ ഇറ്റ്സ് ബെസ്റ്റ് ഇൻട്രസ്റ്റ് ആൻഡ് ദർ ഇസ് എ പ്രോപ്പർ ചെക്ക് ടു എൻഷുർ ദാറ്റ് ദി അസറ്റ്സ് ആർ സേഫ്. ദ നെക്സ്റ്റ് വൺ ഇസ് പോസ്റ്റ് ആൻഡ് വൗച്ച് ഓഡിറ്റ്. ഈ പോസ്റ്റ് ആൻഡ് വൗച്ച് ഓഡിറ്റിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് ഓഡിറ്റ്. ഇറ്റ് ഇൻവോൾവ്സ് വെരിഫിക്കേഷൻ ഓഫ് ഓൾ ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷൻ. അതായത് ജേർണലൈസിങ് ആൻഡ് പോസ്റ്റിംഗ് ഓഫ് ഓൾ ട്രാൻസാക്ഷൻസ് ആർ എക്സാമിൻഡ് ഇൻ ഡീറ്റെയിൽ. അതായത് ജേർണൽ എൻട്രി, ആ ജേർണൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, ലെഡ്ജർ അക്കൗണ്ട്സ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ദ ഓഡിറ്റർ യൂസസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടിക്ക് മാർക്ക് ഫോർ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ചെക്കിങ്. ഇപ്പോൾ പോസ്റ്റിങ്ങിനാണെങ്കിൽ ഒരു തരത്തിലുള്ള പലതരം ഒന്നുകിൽ പലതരം ഇങ്ക് യൂസ് ചെയ്തിട്ടാവാം, അല്ലെങ്കിൽ ടിക്ക് മാർക്കിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാവാം. അങ്ങനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുക പോസ്റ്റിംഗ്, ടോട്ടലിംഗ്, ബാലൻസിങ്, ക്യാരി ഫോർവേഡ് എക്സെട്ര. So this type of audit ensures complete accuracy of accounting.
പക്ഷെ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ബിഗ് കൺസേൺസ് ബിക്കോസ് ദ ട്രാൻസാക്ഷൻസ് ആർ എന്താ പറയുക കൂടുതലായിരിക്കും. ട്രാൻസാക്ഷൻസ് റൺസ് ഇൻ ടു മില്യൺസ് എന്നാണ് പറയുന്നത്. സോ പോസ്റ്റ് ആൻഡ് വൗച്ച് ഓഡിറ്റ് ഈസ് കൺവീനിയൻറ്റ് ഫോർ സ്മോൾ ബിസിനസ് ഹൗസസ് ഓൺലി. ദെൻ കംസ് സ്റ്റാൻഡേർഡ് ഓഡിറ്റ്. സ്റ്റാൻഡേർഡ് ഓഡിറ്റിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ certain items in the accounts are thoroughly checked while test checks are applied to the remaining items. അതായത് the method works on the assumption that there is an effective internal check in the ഓർഗനൈസേഷൻ. അപ്പം എഫക്റ്റീവായിട്ടുള്ള ഒരു ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഉള്ള ഒരു ഓർഗനൈസേഷനിലാണെങ്കിൽ ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രം ചെക്ക് ചെയ്യുന്നു, ബാക്കിയുള്ളതിനൊക്കെ ടെസ്റ്റ് ചെക്കിങ് അപ്ലൈ ചെയ്യുക. ടെസ്റ്റ് ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ റാൻഡംലി സെലക്ട് ചെയ്തിട്ട് നോക്കുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഓഡിറ്റാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കംസ് ഒക്കേഷണൽ ഓഡിറ്റ്. ഒക്കേഷണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ആ പേര് പോലെ തന്നെ ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് വൺസ് ഇൻ എ വൈൽ അക്കോർഡിംഗ് ടു ദ ഡിസയർ ഓഫ് ദി ഓണർ ഓഫ് ദ ബിസിനസ്. So it is conducted when the businessman feels that there is a need for it. ഒന്ന് അയാളുടെ അക്കൗണ്ട്സ് ഒന്ന് ഓഡിറ്റ് ചെയ്യണം തോന്നിയാൽ മാത്രം ഒക്കേഷണലി ചെയ്യുന്ന ഓഡിറ്റിനാണ് ഒക്കേഷണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ദോസ് കൺസേൺസ് വെർ ഓഡിറ്റിംഗ് ഇസ് നോട്ട് കമ്പൽസറി. Example, sole trader and partnership firms. They conduct audit of their accounts as and when the need arises. Okay. Then comes partial audit. Under partial audit, only certain types of transactions are audited. മുഴുവനായിട്ടിരുന്ന് ചെക്ക് ചെയ്യുന്നില്ല. Instead of auditing all books of accounts, auditor checks only a particular type of transaction. Audit may confine to transactions relating to cash payments only. നേരത്തെ ക്യാഷ് ഓഡിറ്റ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് പാർഷ്യൽ ഓഡിറ്റ് എന്നുള്ളത്. അപ്പം പാർഷ്യൽ ഓഡിറ്റ് ഇസ് നോട്ട് അലൗഡ് ഇൻ കൺസേൺസ് വെയർ ഓഡിറ്റ് ഇസ് കമ്പൽസറി ബൈ ലോ. അപ്പോൾ പാർഷ്യൽ ഓഡിറ്റ് നടക്കുന്നത് എങ്ങനെയുള്ള ഓർഗനൈസേഷനിലായിരിക്കും? ഓഡിറ്റിംഗ് കമ്പൽസറി അല്ലാത്ത ടൈപ്പ് ഓഫ് ഇതുണ്ടാവില്ലേ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് പാർഷ്യൽ ഓഡിറ്റ് നടത്തുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ പാർഷ്യൽ ഓഡിറ്റ് മേ റിലേറ്റ് ടു സം പാർട്ട് ഓഫ് ദ വർക്ക് ഫോർ സം ഓർ ഹോൾ ഓഫ് ദ ട്രേഡിംഗ് പീരിയഡ്. ഇറ്റ് ഇസ് നോട്ട് പ്രാക്ടിക്കബിൾ. അതാണ് ഇതിൻ്റെ ഒരു ഇത്. ദെൻ സ്പെഷ്യൽ ഓഡിറ്റ് വരുന്നുണ്ട്. സ്പെഷ്യൽ ഓഡിറ്റ് ഇസ് കണ്ടക്റ്റഡ് അണ്ടർ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് ബൈ സെൻട്രൽ ഗവൺമെൻറ്. അതായത് സെക്ഷൻ 233A ഓഫ് കമ്പനീസ് ആക്ട് 1956 പറയുന്നുണ്ട്, ദ സെൻട്രൽ ഗവൺമെൻറ് ഇസ് എംപവേർഡ് ടു അപ്പോയിൻറ്റ് auditors for conducting special audit. അപ്പോൾ special audit is ordered by central government if it feels that the affairs of a company are not being managed according to sound business principles. അപ്പം ഒരു എന്താ പറയുക, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എന്താക്കുന്നതാണെന്നാണ് പറയുന്നത്, സെൻട്രൽ ഗവൺമെൻറ് ഓർഡർ കൊടുക്കുക ചെയ്യുക, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഏരിയയിൽ ഓഡിറ്റ് വേണം തോന്നിയിട്ടുണ്ടെങ്കിൽ. അതാണ് സ്പെഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ദെൻ കംസ് ഇൻവെസ്റ്റിഗേഷൻ. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ഓഡിറ്റ് വിത്ത് എ സ്പെഷ്യൽ ഓർ പെർട്ടിക്കുലർ പേർപ്പസ്. അതായത് ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ ഒരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതെന്താണ്? ഇറ്റ് ഈസ് എൻ എൻക്വയറി ഇൻ ടു ദി അക്കൗണ്ട്സ് ഓഫ് എ ബിസിനസ് ടു നോ ഇറ്റ്സ് ആക്ച്വൽ ഫിനാൻഷ്യൽ പൊസിഷൻ ഓർ ഏർണിംഗ് കപ്പാസിറ്റി. അപ്പം ഇൻവെസ്റ്റിഗേഷൻ ഓൺ ബിഹാഫ് ഓഫ് എ പർച്ചേസർ ടു അസർട്ടൈൻ ദ ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് എ കൺസേൺ. അതായത് ഈ എന്താ പറയുക, അക്വിസിഷൻ്റെയൊക്കെ സമയത്ത് എക്വയറി എന്ത് ചെയ്യുന്ന പറയുന്നത്, പർച്ചേസർക്ക് അറിയണം ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ബിസിനസ്. അങ്ങനെയുള്ളൊരു പ്രത്യേക സാഹചര്യത്തിലൊക്കെ എന്ത് ചെയ്യും? ഇൻവെസ്റ്റിഗേറ്റീവ് ഓഡിറ്റിംഗ് നടത്തും. എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്? ഏർണിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ ആക്ച്വൽ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ആ ഒരു ടൈപ്പ് ഓഫ് എൻക്വയറിക്കാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. It involves examination of accounts and use of accounting procedures to discover financial irregularities and to follow the movement of funds and assets in and out of the organization. Then last one is interim audit. Interim audit എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഓഡിറ്റ് കണ്ടക്റ്റഡ് ഇൻ ബിറ്റ്വീൻ 2 ആനുവൽ ഓഡിറ്റ്സ്. ശരിക്കും ഓഡിറ്റ് വരുന്നത് ഒന്നുകിൽ ഇയർ എൻഡ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ക്വാർട്ടേർലി, ഹാഫ് ഏർലി അങ്ങനെയൊക്കെയാണ്.
അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഇപ്പം ഒരു ഇൻറ്ററീം ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും, അവിടെ വെച്ചിട്ട് ഇൻറ്ററീം ഓഡിറ്റ് നടത്തിയിട്ടാണ് അവിടെ ഇൻറ്ററീം ഡിവിഡൻറ്റ് എത്ര ഡിക്ലെയർ ചെയ്യണം എന്നൊക്കെയുള്ള തീരുമാനം എടുക്കുക. അപ്പം ഇൻറ്ററീം ഓഡിറ്റ് ഇസ് കണ്ടക്റ്റഡ് ഇൻ ബിറ്റ്വീൻ 2 ആനുവൽ ഓഡിറ്റ്സ് വിത്ത് എ വ്യൂ ടു ഫൈൻഡ് ഔട്ട് ഇൻറ്ററീം പ്രോഫിറ്റ്സ് ടു എനേബിൾ എ കമ്പനി ടു ഡിക്ലെയർ ആൻ ഇൻറ്ററീം ഡിവിഡൻറ്റ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഓഡിറ്റ് കണ്ടക്റ്റഡ് ബിറ്റ്വീൻ 2 പീരിയോഡിക്കൽ ഓഡിറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ദ ഫൈനൽ ഓഡിറ്റ് ക്യാൻ ബി കംപ്ലീറ്റഡ് ഈസിലി. ഇടയ്ക്കിടയ്ക്ക് ഇൻട്രീം ഓഡിറ്റ് നടത്തുന്നത് കൊണ്ട് എന്താക്കാൻ പറ്റും, ഇറ്റ് ഈസ് ഈസി ടു കംപ്ലീറ്റ് ഫൈനൽ ഓഡിറ്റ് ക്വിക്ക്ലി. ദെൻ എറേഴ്സ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ക്വിക്ക്ലി ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ദ ബിസിനസ്. അതേപോലെ ദിസ് ടൈപ്പ് ഓഫ് ഓഡിറ്റ് ഇസ് വെരി മച്ച് യൂസ്ഫുൾ വെയർ പബ്ലിക്കേഷൻ ആൻഡ് യൂസ് ഓഫ് ഇൻട്രീം ഫിഗേഴ്സ് ആർ നെസസറി ഫോർ decision making purposes, and there is a moral check on the staff of the client as the accounts are checked in between financial year. Disadvantages നോക്കുകയാണെങ്കിൽ there is alteration of figures പറഞ്ഞല്ലോ. അപ്പോൾ there is a possibility for altering the already audited figures, and auditor staff will have to prepare notes when they finish the interim audit, and it involves additional work. നമുക്ക് നോക്കാം ഡിഫറൻസ് ബിറ്റ്വീൻ കണ്ടിന്യൂസ് ഓഡിറ്റ് ആൻഡ് ഇൻട്രീം ഓഡിറ്റ്. കണ്ടിന്യൂസ് ഓഡിറ്റ് ഇസ് ഡൺ ത്രൂ ഔട്ട് ദ ഇയർ. ഞാൻ പറഞ്ഞല്ലോ കണ്ടിന്യൂസ് ഓഡിറ്റ് എടുക്കുമ്പോൾ പറഞ്ഞു ഇറ്റ് ഈസ് ഡൺ ത്രൂ ഔട്ട് ദ ഇയർ. ഇൻട്രീം ഓഡിറ്റ് എപ്പോൾ മാത്രമേ ചെയ്യുന്നുള്ളൂ, ഇറ്റ് ഈസ് ഡൺ ഓൺലി അപ് ടു എ സർട്ടൻ ഡേറ്റ് അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദി ക്ലയൻറ്റ്. ദെൻ വെരിഫിക്കേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഇസ് ഡൺ അറ്റ് ദ ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. മറ്റിടത്തിൽ എന്താ പറയുന്നത്, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ വെരിഫൈഡ് വെൻ സച്ച് ഓഡിറ്റ് ഇസ് കണ്ടക്റ്റഡ്. Then continuous audit there is no need of preparing trial balance at intervals. പക്ഷേ ഇൻട്രീം ഓഡിറ്റ് നടത്തുന്ന സമയത്ത് ട്രയൽ ബാലൻസ് ഇസ് പ്രിപ്പയർഡ് ഫോർ ഇൻട്രീം പീരിയഡ്. Then audit report is prepared after audit work at the end of the year. കണ്ടിന്യൂസ് ഓഡിറ്റിൽ എപ്പോഴേ ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നുള്ളൂ, at the end of the year, after completion of എന്താ പറയുക books of accounts. Then audit report is prepared. In the case of interim audit, audit report is prepared at the end of the interim period for which the audit is conducted. ഇനി കണ്ടിന്യൂസ് ഓഡിറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് അക്കൗണ്ട്സ്. നേരെ മറിച്ച് ഇൻട്രീം ഓഡിറ്റിൻ്റെ ഒബ്ജക്റ്റ് എന്താണ്, ടു അസർട്ടൈൻ ദ പ്രോഫിറ്റ് ഓർ ലോസ് ഡ്യൂറിങ് ദ പീരിയഡ് ഫോർ വിച്ച് ദ ഇൻട്രീം ഓഡിറ്റ് is conducted. Okay, thank you.